ഇത് രാഷ്ട്രീയം കളിക്കേണ്ട ഒരു വേദിയല്ല. നമ്മുടെ നാടിനെ മുഴുവൻ നടുക്കിയിട്ടുള്ള ഏറ്റവും അതിദാരുണമായിട്ടുള്ള ഒരു ദുരന്തമായിരുന്നു. ഇപ്പോഴും എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത സർക്കാരുകളെ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. അവിടെ സംസ്ഥാനവും കേന്ദ്രവും നിരുത്തരവാദപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണ് എന്ന് പറയുന്നതിൽ പ്രയാസവും. കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ പേരിൽ വൈകിയതിന്റെ പേരിൽ സഹായം നിഷേധിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്നലെ തമിഴ്നാട്ടിലേക്ക് അവർ 982 കോടി കൊടുത്തല്ലോ. അപ്പൊ കേരളത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് എപ്പോഴും അഡ്വാൻസ് കൊടുക്കാവുന്നതാണ്. പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ടതാണ്, സെൻട്രൽ ടീം നേരിട്ട് വന്ന് കണ്ടതാണ്. അപ്പൊ വിശദമായ കണക്കുകൾ വന്നിട്ട് വിശദമായിട്ടുള്ള പൈസ കൊടുത്താൽ മതി. അഡ്വാൻസ് കൊടുക്കാമല്ലോ കേന്ദ്രത്തിന്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യത്തിൽ ആ സമീപനം കേരളത്തെ ശിക്ഷിക്കുന്നതായി, വയനാടിനെ ശിക്ഷിക്കുന്നതായി ശരിയായ കാര്യങ്ങൾ. ഇത് പറയുമ്പോഴും സംസ്ഥാനം അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നൽകിയ കണക്കിൽ തന്നെ 700ഓളം കോടി രൂപ, 675ഓളം കോടി രൂപ SDR ഫണ്ടിലുണ്ട്. അപ്പൊ പദ്ധതികൾ തയ്യാറാക്കുന്നതിന്, റീഹാബിലിറ്റേഷൻ പാക്കേജ് തയ്യാറാക്കുന്നതിന് എന്തിനാ സർക്കാർ കാലതാമസം? ഇതാ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. കണക്കുകൾ തെറ്റായി കൊടുക്കുന്നു, സമയത്തിന് കൊടുക്കുന്നില്ല, റീഹാബിലിറ്റേഷനെ കുറിച്ചൊരു ഐഡിയയും ഇല്ല. കർണാടക സർക്കാർ വീട് പ്രഖ്യാപിച്ചു, തെലങ്കാന സർക്കാർ അവരും പ്രഖ്യാപിച്ചതാണ്. അവർക്കും യാതൊരു കമ്മ്യൂണിക്കേഷനും കൊടുക്കുന്നില്ല. ഇനി ഈ ഗവൺമെന്റ് സമ്മതിക്കുകയാണ്, 2 മുഖ്യമന്ത്രിമാരും എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഗവൺമെന്റ് സമ്മതിക്കുകയാണെങ്കിൽ അവര് ഭൂമി വാങ്ങിച്ചിട്ട് അവര് റീഹാബിലിറ്റേഷൻ നടത്തിക്കൊള്ളാം. കർണാടക ആൻഡ് തെലങ്കാന ഗവൺമെന്റ് തയ്യാറാണ് റീഹാബിലിറ്റേഷൻ നടത്താൻ, സർക്കാർ സമ്മതിക്കുകയാണെങ്കിൽ. അതിന് ലിസ്റ്റും സർക്കാർ കൊടുത്തോടെ, ഞങ്ങൾ ആരും നിർദ്ദേശിക്കുന്നില്ല. ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് സർക്കാർ കൊടുത്തു. പക്ഷെ ഇത് കയ്യിലുള്ള പൈസ വെച്ച് നടത്തിയിട്ട് കേന്ദ്രത്തോട് വാങ്ങിച്ചെടുക്കാനുള്ള നടപടിയായിരുന്നു കേരള സർക്കാർ സ്വീകരിക്കേണ്ടത്. കേന്ദ്രം ചെയ്യുന്നത് തെറ്റായ കാര്യമാണെന്ന് ആവർത്തിച്ചുകൊണ്ട് തന്നെ ആ കാര്യം മാത്രം പറഞ്ഞിട്ട് ഈ ദുരന്തമുഖത്ത് നിന്നും മാറി നിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. അവര് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഗുരുതരമായിട്ടുള്ള വിമർശനം. ഇത് കേരളത്തിലെ ജനങ്ങളുടെ വിമർശനമാണ്. ആ ദുരന്തം കണ്ട് വേദനിക്കുന്ന എല്ലാ ആളുകളുടെയും വിമർശനമാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എങ്ങോട്ടാണ് പോകുന്നത്, ഈ സർക്കാരിന്റെ പരിഗണന എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല.